എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ അതുവരെയും ഈ ഫോറിനേഴ്സും എന്നെ അധികം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മളൊരു ബാക്കിംഗ് അല്ലെങ്കിൽ ഒരു അങ്ങനെ പ്രോമിനൻറ്റ് സിംഗർ അല്ലല്ലോ. പക്ഷേ ഈ സോങ് അങ്ങ് പാടി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ടോട്ടൽ സിനാരിയോ ചേഞ്ചായി. അന്ന് ഫുൾ ആറ്റിറ്റ്യൂഡ് മാറി. അന്ന് അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയ സമയത്ത് ഫുൾ ആൾക്കാർ, മറ്റവരൊക്കെ നമ്മൾ അവിടെ ചെന്ന് പരിചയപ്പെടാൻ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡിലായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് ഫുള്ള് എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പാട്ടുകൾ, ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് സോങ്സ് ഒക്കെ പാടാറുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബ്ലൂസിനെ പറ്റിയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര അനുഭവമായിരുന്നു ആ സമയങ്ങളിലെല്ലാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ കൂടെയുള്ള ടൈമിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ. ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിയുമ്പോഴത്തേക്കും 2 o'clock 3 o'clock ഒക്കെ ആവും. ഞങ്ങളെല്ലാവരും എങ്ങനെയും പോയി ഒന്ന് അങ്ങനെ എന്താ പറയുക ക്രാഷ് ആയാൽ മതി എന്ന് വിചാരിച്ചിട്ട് പോകാൻ നിൽക്കുന്ന നേരത്തെ ഹി വിൽ ബി ഡൂയിങ് സംതിങ് എൽസ്, ലൈക്ക് എന്തെങ്കിലും മിക്സിങ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ആൻഡ് ഒരു ആളുടെ ഒരു ക്ഷമ കണ്ടത്, ലൈക്ക് അന്ന് ശരിക്കും പറഞ്ഞ ആൾക്കൊരു 2-3 പാട്ടും കൂടി നോക്കി തീരാനുണ്ടായിരുന്നു. അപ്പം സാറ് പറഞ്ഞു ക്യാൻ വി എക്സ്റ്റെൻഡ് ലിറ്റിൽ മോർ ടൈം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെയുള്ള ഫോറിനേഴ്സ് ഉണ്ടല്ലോ പലരും എഴുന്നേറ്റു. ഡ്രമ്മറൊക്കെ ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. വേറെ ആൾ പറഞ്ഞു നോ നൗ ഇറ്റ്സ് ഇതായി കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആരും അങ്ങനെ ചെയ്യത്തില്ല. അവരൊക്കെ പറഞ്ഞ മുഖത്തടിച്ച പോലെ ഇല്ല ഇപ്പം തന്നെ ടൈം ഒത്തിരി ഓവറായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് പോയി. സാറ് അതിനെടുത്ത രീതിയെ എനിക്ക് ഭയങ്കര കൂളായിട്ട് ഓക്കെ നോ പ്രോബ്ലം വിൽ മീറ്റ് ടുമോറോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര കൂളായിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പുള്ളിയുടെ അടുത്തുനിന്ന്. പുള്ളിയുടെ ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്രൗണ്ടഡ് അങ്ങനത്തെയൊക്കെ ഒരു, പിന്നെ ഒരു സോങ്ങിനെ ആൾ എത്രത്തോളം സമയമെടുത്താണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഓരോ സെഗ്മെൻറ്റിലും, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റി. അൽഫോൻസ് ചേട്ടൻ ഇപ്പം ഒരു ടീച്ചറും കൂടെയാണല്ലേ. ഇപ്പോൾ ഒരു ടീച്ചിങ് ക്രോസ് റോഡിലുള്ള കുട്ടികളെയൊക്കെ ചേട്ടൻ ക്ലാസ്സും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ആ ഒരു ഫീലിംഗ്? എങ്ങനെ ടീച്ചിങ് ആണോ ഇഷ്ടം അതോ എന്നുവെച്ചാൽ എത്രത്തോളം ഇഷ്ടമാണ്? അതാണ് എനിക്ക് പണ്ട് മുതലേ അക്കാഡമിക്സ് ഇഷ്ടമാണ്. എൻ്റെ ഒരു ചെറുപ്പത്തിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുറത്ത് എവിടെയെങ്കിലും പോയി പഠിക്കണം എന്നുള്ളത്, മ്യൂസിക് പഠിക്കണം എന്നുള്ളത്. അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ എവിടെയെങ്കിലും പോയി പഠിക്കണം എന്ന് ആഗ്രഹമായിരുന്നു. ഞാൻ അതിന് വേണ്ടി കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത്, നമുക്ക് കാശ് കൊടുത്ത് പഠിക്കാനുള്ള ഇതില്ല. അപ്പോൾ ഞാൻ ചില ആളുകളൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ വഴി എന്തെങ്കിലും ഹെൽപ്പ് വഴിയൊക്കെ പുറത്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. 95 ഞാൻ ആദ്യമായിട്ട് ജർമ്മനി പോകുന്ന ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവിടെ നിന്ന് പരിചയപ്പെട്ട പല ആൾക്കാരോടൊക്കെ ആൻഡ് ഒരു ഓൾമോസ്റ്റ് എൻഡ് വരെയൊക്കെ വരും, എല്ലാം റെഡി ആയിട്ടൊക്കെ വരും. പിന്നെ അത് ഓരോ കാരണങ്ങളിൽ മിസ്സായി പോവും. അപ്പം മുതൽ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു വെച്ചാൽ പുറത്ത് പോയി പഠിക്കുന്നത് നമ്മളെപ്പോഴും ആ ക്വാളിറ്റിക്ക് വേണ്ടിയാണല്ലോ. ആ ഈക്വൽ ക്വാളിറ്റി നമുക്ക് നാട്ടിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, അങ്ങനത്തെ ഒരു ഫെസിലിറ്റി നമുക്കിവിടെ അവൈലബിൾ ആക്കാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെയുള്ളൊരു ഡ്രീമിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ ക്രോസ് റോഡ് സ്കൂൾ ഓഫ് മ്യൂസിക് തുടങ്ങുന്നത്. ഞാനും സ്റ്റുഡൻ്റ് ആണ്, പാപ്പും സ്റ്റുഡൻ്റ് ആണ്.